السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلته التي أدركني وآل كل والصحابة أجمعين. റഹമുറാഹിമായ റബ്ബുൽ ഇസ്സത്ത് നമ്മയും നമ്മോട് ബന്ധപ്പെട്ട നമ്മുടെ മക്കള്, പരമ്പരകൾ, ശിഷ്യ പരമ്പരകൾ എല്ലാവരെയും ഗുരുത്വവും പൊരുത്തവും അനുസരണയും ഉള്ളവരാക്കി മാറ്റിത്തരുമാറാവട്ടെ. എല്ലാവിധ ഗുരുത്തക്കേടിൽ നിന്നും അനുസരണക്കേടിൽ നിന്നും അവരെ നമ്മെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്കറിയാം, പിശാച് പരമശാപിയായി തീരാനുള്ള കാരണം അനുസരണക്കേടാണ്. ഇൻഷാ അല്ലാഹ് അനുസരണക്കേടിൽ നിന്ന് അനുസരണയിലേക്ക് നമ്മുടെ മക്കളെയും അതുപോലെ തന്നെ ശിഷ്യന്മാരെയും കൊണ്ടുവരാൻ ആവശ്യമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിയുന്ന ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ അത് കൂടുതൽ കാരണമായി തീരുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അനുസരണക്കേട് എല്ലാ നിലക്കും വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്നാണ്. അത് ആരാണോ അനുസരണക്കേട് കാണിക്കുന്ന അവർക്കും ആരോടാണ് കാണിക്കുന്നത് അവർക്കുമെല്ലാം ഇത് പ്രശ്നമായി തീരും. ഇങ്ങനെ അദബില്ലാത്ത കുട്ടികൾ, സമൂഹം, അത് ഇന്ന് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശാപമായി തീർന്നിരിക്കുന്നു. ആരെയും അനുസരിക്കേണ്ടതില്ല, സ്വതന്ത്രരായിക്കൊണ്ട് ജീവിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തരത്തിൽ മുസ്ലിം എന്നാൽ തന്നെ അനുസരണയുള്ളവൻ എന്നാണല്ലോ മുസ്ലിങ്ങൾ പോലും ഏറെക്കുറെ എത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു ദുഃഖ സത്യമാണ്. അല്ലാഹു തആല നല്ല അച്ചടക്കമുള്ള അദബുള്ള സമൂഹമായിട്ട് നമ്മുടെ സമൂഹത്തെ, നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹു തആല മാറ്റിത്തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ പിശാച് പോലും നശിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. അതുപോലെ പലരും അദബില്ലായ്മ കൊണ്ടാണ് അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കുകയും കീഴ്പ്പെടേണ്ടവരെ കീഴ്പ്പെടുകയും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുകയും ആദരിക്കേണ്ടവരെ ആദരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ബാധ്യതയാണ്. കാരണം നമ്മൾ അടിമയാണ്. അടിമകളായ നമ്മൾ യജമാനായ അള്ളാഹുവിന് അനുസരണ കാണിക്കണം, അള്ളാഹുവിൻ്റെ ഹബീബിനോട് അനുസരണ കാണിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് അനുസരണ കാണിക്കാൻ വേണ്ടി ആ ഹബീബ് പഠിപ്പിച്ചിട്ടുള്ള, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മുഴുവൻ ആളുകളോടും ബഹുമാനവും അനുസരണയും അദബും പാലിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളും ആ രീതിയിൽ തന്നെ ആയിരിക്കണം. കുട്ടികൾ അനുസരണ കാണിക്കുമ്പോൾ നമ്മൾ പ്രയാസപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശിഷ്യന്മാർ അവർ അനുസരണക്കേട് കാണിക്കുമ്പോൾ നമ്മൾ പ്രയാസപ്പെടുന്നു. എന്നാൽ അവരെ യഥാർത്ഥമായി അദബുള്ളവരാക്കി മാറ്റാൻ ആവശ്യമായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, തവ്വാബ് എന്ന ഇസ്മ, അത് നാം 44 പ്രാവശ്യം ഒരു കടലാസിലോ അല്ലെങ്കിൽ തകിടിലോ എഴുതിക്കൊണ്ട് അതിൽ 4000 പ്രാവശ്യം യാ തവ്വാബ് യാ അല്ലാഹ് എന്ന് നാം അതിൽ മന്ത്രിക്കുകയും ഓരോ 100 പ്രാവശ്യം കഴിയുമ്പോൾ ഇങ്ങനെ മന്ത്രിക്കുക, അങ്ങനെ 4000 പ്രാവശ്യം മന്ത്രിക്കുക. അതിനുശേഷം 3 പ്രാവശ്യം താഴെ പറയുന്ന ദുആ മന്ത്രിച്ചുകൊണ്ട് അത് ധരിക്കുക. എന്നിട്ട് 41 ദിവസം യാ തവ്വാബ് യാ അല്ലാഹ് എന്ന് 4000 പ്രാവശ്യം പകലിലും രാത്രിയും കൂടി നാം ചൊല്ലിത്തീർക്കുക. എന്നാൽ വലിയ അദബുള്ള, കുരുത്തമുള്ള, അനുസരണയുള്ള മനസ്സ്, വളരെ പരിശുദ്ധമാകുന്ന, സംശുദ്ധമാകുന്ന ആളായിത്തീരും ഇത് ധരിക്കുന്ന ആള്. കുട്ടികളാണെങ്കിൽ അവർ പരമാവധി അവർക്ക് ചൊല്ലിത്തീർക്കാൻ വേണ്ടി പറയുകയും ബാക്കി നാം ചൊല്ലിത്തീർക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ മുഴുവനായും ആ കുട്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ ആർക്കാണോ നമ്മളത് ചെയ്യുന്നത് അവർക്ക് വേണ്ടി ചൊല്ലിത്തീർത്താൽ അതിൻ്റെ ഫലം ലഭിക്കുന്നതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ദുആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم أنت التواب على الحساة إذا ندموا وأنت أواب عليهم بلطفك إذا رجوا فأظهرت لهم الدليل والآيات
ونسرت لهم من جنابك الحسنات وتراهم مواقي التخفيفات وتجمع لهم أسباب القربات. أسألك اللهم يا مقدم التوفيق بالإرادات ومسبب هذه الأسباب بالسر ربوبيتك يا رب الأرباب، أسألك أن تقبل توبتي وتجعلني عندك من خواص الأحباب لا يبقى بيني وبينك حجاب، وأن تغفر خطيئاتي وذلاتي وتضاعف أجري وحسناتي وتجعلني في حظائر قدسك الأعلى. يا الله يا تواب، اللهم سخر لي خادم هذا الاسم المنجيائيل عليه السلام يكون عونا على أموري യാ അല്ലാഹു യാ തവ്വാബ് എന്നതാണ് ആ ദുആ. അല്ലാഹു തആല ഇതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട്, ഈ ഇസ്മിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല പരിപൂർണമായി അതവുള്ളവരിൽ നമ്മയും നമ്മുടെ പരമ്പരകളെയും ശിക്ഷ പരമ്പരകളെയും ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മത്തിക യാ